അതായത് വയനാട്ടിലെ ഒരു ചെറിയ കാര്യം കർണാടക സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതായത് വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിൻ്റെ കുടുംബത്തിന് കർണാടകയുടെ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു. 15 ലക്ഷം രൂപ. 15 ലക്ഷം രൂപ. അരുൺ പാറയ്ക്കൽ നമുക്കൊപ്പം ചേരുകയാണ്. റിപ്പോർട്ടേഴ്സ് ലൈവ്. ഇപ്പോൾ അരുൺ പാറയ്ക്കൽ ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. അരുൺ, എപ്പോഴാണ് ഈ തീരുമാനം വന്നത്? വിശദാംശങ്ങൾ പറയൂ. എസ്കൻ, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് കർണാടക സർക്കാരിൻ്റെ ഈ അറിയിപ്പ് വന്നത്. കർണാടക വനം മന്ത്രി തന്നെയാണ് ഈ കാര്യം അറിയിച്ചത്. അദ്ദേഹം മുഖ്യമന്ത്രിയുമായി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. അജീഷിൻ്റെ കുടുംബത്തിന് ചാലികത പടമലയിൽ ഈ ബേലൂർ മഗ്നയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിൻ്റെ കുടുംബത്തിന് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ കർണാടക സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഈ ബേലൂർ മഗ്ന കേരളത്തിലെത്തിയത്, അതായത് 2023 നവംബർ മാസത്തോടു കൂടിയാണ് ഈ ബേലൂർ മഗ്നയെ കർണാടക സർക്കാർ പിടിച്ച് ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് എത്തിക്കുന്നത്. ആന അവിടെയായിരുന്നു. പിന്നീട് കഴിഞ്ഞ 2 മാസത്തോളമായി ഇത് കേരളത്തിലെത്തി. കേരളത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന വഴിതെറ്റിയാണ് കേരളത്തിലെത്തിയതെന്നാണ് കർണാടക സർക്കാർ ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ധാർമ്മിക ഉത്തരവാദിത്തം, ഈ ആന കേരളത്തിലെത്തിയതിൻ്റെയും ഇങ്ങനെ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം കർണാടക സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു. ഈ കൊല്ലപ്പെട്ട പൗരന് കുടുംബത്തിന് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. SKN. ഓക്കെ, താങ്ക് യു. അരുൺ പാറയ്ക്കലാണ് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഒരു നല്ല കാര്യമാണ്. ആ കുടുംബത്തിന് 15 ലക്ഷം രൂപ ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ സന്തോഷം.